കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, പറ്റുന്നുണ്ട്. തുടങ്ങാം അല്ലേ? തുടങ്ങാം. ശരി. എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് പാവേലിനോട് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഡയലക്റ്റിക് റിസർച്ച് ഫോറം സംഘടിപ്പിക്കുന്ന ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് എല്ലാവരുമായി സംവദിക്കുവാൻ കഴിയുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. COVID-19 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു സംഭാഷണ പരമ്പരയെ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഡയലക്റ്റിക് റിസർച്ച് ഫോറത്തിലെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും അതിൽ പങ്കെടുക്കണമെന്നും പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു സംഭാഷണ പരമ്പരയിലേക്ക് വീണ്ടും എന്നെ ക്ഷണിച്ച ഇതിലെ എല്ലാ കൂട്ടുകാർക്കും ഉള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇങ്ങനെയൊരു സംഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നിങ്ങളുടെ സമയത്തിനും സ്നേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് ചിന്തയുടെ ആംഗ്യം, ശരീരത്തിലാണ്ട അറിവും അവതരണ രൂപങ്ങളും എന്നാണ്. ഓരോ തലക്കെട്ടിടുമ്പോഴും അതിനുശേഷം നാം അതിന് താഴെ എഴുതുന്നതിനെക്കുറിച്ച്, എഴുതിക്കഴിഞ്ഞ് തിരിഞ്ഞ് വീണ്ടും തലക്കെട്ടിലേക്ക് നോക്കുമ്പോൾ തലക്കെട്ടും താഴെ എഴുതിയതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു പ്രബന്ധത്തിൻ്റെ അവയവങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഒരു തലക്കെട്ട് മാത്രമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യനുള്ളതുപോലെ കൈയും കാലും വാലും, വാൽ മനുഷ്യനില്ല, പക്ഷേ പ്രബന്ധത്തിന് വാലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവയവസഹിതമായ ഒരു പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് ചിന്തയുടെ ആംഗ്യം എന്നിട്ടപ്പോൾ അതിനുശേഷം ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ തലക്കെട്ടുമായി, ആ തലക്കെട്ടിനോട് നീതി പുലർത്തുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷേ ഇതൊരു ഒരു കവിതയ്ക്കോ ഒരു കഥയ്ക്കോ തലക്കെട്ടിടുന്നത് പോലെ അല്ല ഒരു പ്രബന്ധത്തിന് തലക്കെട്ടിടുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും തലക്കെട്ടിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് നമ്മൾ പറയാൻ പോകുന്ന, നമ്മൾ വായിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു വാതിലായതുകൊണ്ട്. തലക്കെട്ടിനെ കുറിച്ച് സാന്ദർഭികമായി പെട്ടെന്ന് ഓർത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം ആരംഭിക്കാം എന്ന് തോന്നുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഗവേഷണം ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്കുള്ള യാത്രയായിരുന്നു. ഞാൻ അടിസ്ഥാനപരമായി എൻ്റെ മേഖല സയൻസ് ആയിരുന്നു.
ഏകദേശം 8 വർഷക്കാലത്തോളം എൻവയോൺമെന്റൽ സയൻസിലും ഹൈഡ്രോ ജിയോളജിയിലും ഗവേഷണം നടത്തിയിരുന്ന ഞാൻ 2013 മാനവിക വിഷയങ്ങളിൽ ഗവേഷണത്തിന് താല്പര്യവുമായി ചേരുന്നത്. നമുക്കറിയാം, സയൻസിൻ്റെ രീതിശാസ്ത്രവും മാനവിക വിഷയങ്ങളുടെ രീതിശാസ്ത്രവും രണ്ടാണ്. ചെറിയ സാമ്യമൊക്കെ കാണാം, എങ്കിലും അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറുമ്പോൾ ഓരോ വിഷയവും ആവശ്യപ്പെടുന്ന ചില അടിസ്ഥാന രീതികളുണ്ട്. നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കണം, അതുമായി ബന്ധപ്പെട്ട അറിവുകൾ ശേഖരിക്കണം. അങ്ങനെ തികച്ചും പുതിയ ഒരു ലോകത്തിലേക്ക് ജിയോളജിയുടെയും ഹൈഡ്രോളജിയുടെയും എൻവയോൺമെന്റൽ സയൻസിൻ്റെയും എക്കോളജിയുടെയും ഒരു ലോകത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഫിലോസഫി വായിക്കേണ്ടി വരുന്നു, ആന്ത്രോപോളജി വായിക്കേണ്ടി വരുന്നു, സാമൂഹിക ശാസ്ത്രം, പൊളിറ്റിക്സ്, അങ്ങനെ പലതും നമ്മൾ പരിചയപ്പെടേണ്ടി വരും. അപ്പം ആ സന്ദർഭത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മൾ ആദ്യമാണ് അത്തരം മേഖലയിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത്, അപ്പോഴെൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വായിക്കാൻ ആവശ്യപ്പെട്ട ഒരു പുസ്തകം, അത് ഹെഗലിൻ്റെ ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന പുസ്തകമായിരുന്നു. ഞാൻ അത് തുറന്ന് വായിക്കാൻ ശ്രമിച്ചു എന്ന് പറയാനേ പറ്റൂ. കാരണം അത്ര സങ്കീർണമായിരുന്നു ആ ഗ്രന്ഥം. അതിലെ ആശയങ്ങളുടെ ഭാരം, അതിലെ ആശയങ്ങളുടെ സങ്കീർണത ഒരു പഴയ ശീലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് എഴുതിയ, അത്രയ്ക്ക് വിലയേറിയ ആശയങ്ങളാണ് അതിലുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ സാധാരണ ഗൈഡാണ് വായിക്കുക. കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ് ശീലിച്ചത്. ഞാനും ഒരു ഗൈഡ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു. പക്ഷെ അതൊരു നല്ല ശീലമാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷേ അന്ന് അത് പറഞ്ഞു തരാനുള്ള ഒരു അധ്യാപകനെയോ ഒരു നല്ല സുഹൃത്തിനെയോ ഒന്നും കിട്ടാത്തത് കൊണ്ട് സ്വാഭാവികമായും ഗൈഡ് അന്വേഷിച്ചു പോയി. അങ്ങനെയാണ് ഹെയ്ഡഗറുടെ ഹെഗൽസ് ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന പുസ്തകം വായിക്കുന്നത്. അതൊരു ഗൈഡല്ല, ഒരു ഫിലോസഫർ മറ്റൊരു ഫിലോസഫറെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. അതിൻ്റെ 1-ാമത്തെ അധ്യായം തലക്കെട്ടുകളെ കുറിച്ചാണ്. ഹെഗൽ തൻ്റെ ജീവിതകാലത്ത് എഴുതിയ 3 തത്വചിന്താ ഗ്രന്ഥങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ. എന്നാണ് തലക്കെട്ടുകൾക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വാലും തലയും കൈയും കാലും അതിന് അതിൻ്റെതായ പ്രാധാന്യമുള്ളതുപോലെ നമ്മൾ അലക്ഷ്യമായി ഒന്നിന് പേരിടുന്നത് താഴോട്ടുള്ള വായനയിൽ ഒരുപക്ഷെ നമ്മെ ആ തലക്കെട്ട് ചതിച്ചേക്കാം. എന്തായാലും ഞാൻ ഇവിടെ എഴുതിയ തലക്കെട്ടിനോട് 100% നീതി പുലർത്താൻ എനിക്ക് കഴിയുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാൻ നോക്കാം. മറ്റൊരു സങ്കീർണത ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിൽ പ്രധാനമായി കടന്നു വരുന്ന ഒരു വാക്ക് ശരീരം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നിരന്തരം ചർച്ച ചെയ്ത് മടുത്ത ഒരു വാക്കാണ് ശരീരം. എല്ലാ മേഖലയിലും, ഫിലോസഫിയിൽ, സോഷ്യോളജിയിൽ, ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സസിൽ
ഒക്കെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്ത് മടുത്തുപോയൊരു വാക്കാണ്. ചിലരതൊരു ഒരു 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 ഫാഷനബിൾ വേർഡ് കൂടിയാണത്. അപ്പൊ ഇനി എന്താണ് ഈ ശരീരത്തെക്കുറിച്ച് പറയാനുള്ളത്? പക്ഷേ ഈ ശരീരത്തെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ എൻ്റെ പരിമിതമായ രീതിയിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനെ പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതൊരു സങ്കീർണമായ, ശരീരം എന്നത് തികച്ചും സങ്കീർണമായ ഒരു വസ്തുവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സങ്കീർണത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ള ആശങ്ക എനിക്കുണ്ട്. ഇവിടെ ഈ ആശങ്കയെ ഇരട്ടിപ്പിക്കുന്ന, ശരീരത്തെക്കുറിച്ചുള്ള സങ്കീർണതയെ ഇരട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കെല്ലാം അറിയാം. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്പിനോസ എന്ന തത്വചിന്തകൻ തൻ്റെ എത്തിക്സ് എന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സ്പിനോസ ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി ഗ്ലാസ് തുണ്ടുകൾ രാഗി മിനുക്കുന്ന പണിയായിരുന്നു അദ്ദേഹം ചെയ്തത്. മനുഷ്യന് കാണാനുള്ള കാഴ്ചയെ സഹായിക്കുന്ന കണ്ണാടിത്തുണ്ടുകൾ രാഗി മിനുക്കുന്ന ജോലിയാണ് അദ്ദേഹം ഗ്ലാസ് ഫാക്ടറിയിൽ ജീവിതകാലം മുഴുവൻ ചെയ്തത്. അദ്ദേഹത്തെ ഹെയ്ഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയമിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അധികാരികൾ. പക്ഷെ അദ്ദേഹം ഈ മനുഷ്യന്റെ കാഴ്ച വർദ്ധിപ്പിക്കുന്ന ഈ കണ്ണാടിത്തുണ്ട് രാഗി മിനുക്കുന്ന തൊഴിൽ ജീവിതകാലം മുഴുവൻ ഏറ്റെടുത്തു. എന്നിട്ട് 42 തോന്നുന്നു, 42-ാമത്തെ വയസ്സിൽ ഈ കണ്ണാടിയുടെ പൊടി ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന എന്തോ ഒരു പൾമിനറി ഡിസീസ് അത് വന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു തൻ്റെ 42-ാമത്തെ വയസ്സിൽ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം പലപ്പോഴും ഈ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. അതിങ്ങനെയാണ്: വി ഡോണ്ട് നോ വാട്ട് അവർ ബോഡി ക്യാൻ ഡു. നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. നാം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ശരീരത്തിന്റെ അപ്രത്യക്ഷതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമാണ്. ഒരു മനുഷ്യനെന്ന രീതിയിൽ നാം നമ്മുടെ ശരീരത്തിനൊപ്പം എത്ര സമയമാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. നാം രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേൽക്കുന്നു, ആഹാരം കഴിക്കുന്നു, കുളിക്കുന്നു, ജോലി ചെയ്യുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, ഇണചേരുന്നു. എന്തെല്ലാം പ്രവൃത്തികളാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത്. പക്ഷെ വളരെ കുറച്ച് സമയമാണ് നമ്മൾ ശരീരത്തോടൊപ്പം ഉള്ളത്. ശരീരം ഒരു അപ്രത്യക്ഷതയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ. ശരീരം എപ്പോഴൊക്കെയാണ് ഇതിൽ നിന്ന് പൊങ്ങി വരുന്നത്? വളരെ അപൂർവം സന്ദർഭങ്ങളിൽ. ശരീരവുമായി ബന്ധപ്പെട്ട തീക്ഷ്ണമായ അനുഭവങ്ങൾ, രതി പോലെയുള്ള അനുഭവങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഒരുപക്ഷെ നാം ശരീരത്തെ അറിഞ്ഞു എന്ന് വരാം. പിന്നീട് വേദന വരുമ്പോൾ, ഒരു അടി കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശരീരത്തെ ഓർത്തു എന്ന് വരാം. പിന്നെയുള്ളത് തീർച്ചയായും നമുക്കറിയാം, ശരീരവുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ സ്വത്വബോധം. സോഷ്യൽ
ഇന്നിക്വാലിറ്റി, അസമത്വം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്വയം എപ്പോഴും ശരീരത്തിൻ്റെ പ്രത്യക്ഷതയെ ഓർമ്മിപ്പിക്കുന്ന വിധം അബോധത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. പിന്നെയുള്ളത് രോഗം വരുമ്പോഴാണ്. രോഗം വരുമ്പോൾ നമ്മൾ ശരീരത്തെ വല്ലാതെ ഓർക്കാറുണ്ട്. അങ്ങനെ അത്തരം ഘട്ടങ്ങളിൽ മാത്രമാണ് ശരീരം ഓർമ്മയിലെത്തുന്നത്. പിന്നെ കരുതിക്കൂട്ടി നാം നമ്മുടെ ശരീരത്തെ ഓർക്കുന്ന ഒരു സങ്കേതമാണ് പെർഫോമൻസ് അല്ലെങ്കിൽ അവതരണം എന്ന് പറയുന്നത്. മേൽ സൂചിപ്പിച്ച തീക്ഷ്ണാനുഭവങ്ങളിൽ, രോഗങ്ങളിൽ ശരീരത്തെ ഓർക്കുന്നത് പോലെ നാം അവതരണത്തിലും നമ്മുടെ ശരീരവുമായി നിലകൊള്ളാൻ ശ്രമിക്കാറുണ്ട്. പ്രസിദ്ധ ഫ്രഞ്ച് നാടകചിന്തകനായ അന്തോണി നാർത്തോ പറയുന്നത് നാടകം പ്ലേഗ് പോലെയാണെന്നാണ്. തിയേറ്റർ ഈസ് ഈക്വൽ ടു പ്ലേഗ്. ബിബോണിക് പ്ലേഗ് ബാധിച്ച ഒരു മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു മനുഷ്യൻ്റെ നിലയുമായിട്ടാണ് അദ്ദേഹം നാടകത്തെ ഉപമിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നാടകവും രോഗവും അവതരണവും ശരീരത്തെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ആണ് എന്നാവാം അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇത്തരത്തിൽ പ്രത്യക്ഷമാകുന്ന ശരീരത്തെക്കുറിച്ചാണ് നാം പലപ്പോഴും ഈ സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവും കലാപരവുമായ ചിന്തകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരീരത്തെപ്പറ്റിയുള്ള ചിന്ത ദെക്കാർത്തിൽ നിന്നാണ് ഒരുപക്ഷെ ആരംഭിക്കുന്നത്. ഒരു വെസ്റ്റേൺ ഡിസ്കോഴ്സിൽ, പ്രത്യേകിച്ച് ഈ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു വിഭജിത ക്രമത്തിൽ. അതിനു മുമ്പ് തീർച്ചയായും ശരീരം ഒരു വിഷയമായി പലതരം ചിന്തകളിൽ ലോകത്ത് പലയിടത്തും വന്നിട്ടുണ്ട്. പക്ഷെ മനസ്സ് ശരീരത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു വിഭജിത രീതിശാസ്ത്രത്തിലൂടെ ശരീരത്തെ നിർവചിക്കാൻ ശ്രമിച്ച മനുഷ്യനാണ് ദെക്കാർത്ത്. അദ്ദേഹം പറയുന്നത് ശരീരം ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആണെന്നും മനസ്സ് ഒരു ഇമ്മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ചിന്ത എന്ന പ്രവൃത്തിയുടെ ആരംഭം തന്നെ ഒരുപക്ഷെ ഈ ഒരു ആധുനിക ചിന്ത, അറിവിന്റെ വളർച്ച ഒക്കെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആക്സിയോമിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 17-ാം നൂറ്റാണ്ടിൽ ദെക്കാർത്തിന്റെ ഈ ഒരു ആശയത്തിനോടുള്ള വിമർശം എന്ന രീതിയിലാണ് സ്പിനോസ ശരീരവും മനസ്സും ഒരു തുടർച്ചയുടെ രണ്ട് കണ്ണികളാണ് എന്ന് പറയും. ശരീരവും മനസ്സും രണ്ടല്ല, അതൊരു മനോശരീര സംയുക്തമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് ആരും അത്ര ശ്രദ്ധിച്ചില്ല. സ്പിനോസയുടെ ഈ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. കാരണം ആ പ്രത്യേക ചരിത്ര സന്ദർഭം ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ മനസ്സിനെയും ശരീരത്തെയും വ്യവച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു രീതിശാസ്ത്രത്തിലൂടെ അറിവിനെയും അന്വേഷണത്തെയും രൂപപ്പെടുത്തുക എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല. എന്തായാലും ആ വിഭജിക്കപ്പെട്ട മനസ്സും ശരീരവും, ആ മനസ്സിന്റെ സംവാദങ്ങളിൽ നിന്ന് നമുക്കറിയാം മനഃശാസ്ത്രം, സൈക്കോളജി, സൈക്കോ അനാലിസിസ്, അതിൻ്റെ വളർച്ചകളും വിടർച്ചകളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ശരീരകേന്ദ്രിതമായ ജ്ഞാന സമ്പ്രദായങ്ങൾ, അത് മെഡിക്കൽ സയൻസിൽ, ഫിലോസഫിയിൽ, സോഷ്യോളജിയിൽ, ആന്ത്രോപോളജിയിൽ ഒക്കെ തന്നെ
അത് അതിൻ്റെ നിയതമായ ചട്ടക്കൂടിലൂടെ അതിൻ്റെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാൽ ഏതാണ്ട് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെയൊക്കെ മധ്യത്തിലെത്തുമ്പോൾ ഈ പറയുന്ന കോഗ്നിറ്റീവ് സയൻസും ന്യൂറോ ബയോളജിയും ഒക്കെ വേറൊരു തരത്തിലുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്പിനോസ വീണ്ടും തിരിച്ചു വരികയാണ്. മാത്രമല്ല ഫിലോസഫിയിൽ ജീൽ ഡെലസിനെ പോലെയുള്ള ഫ്രഞ്ച് ചിന്തകന്മാർ സ്പിനോസയിലൂന്നിയുള്ള, നീച്ചയുടെ ശരീരസങ്കല്പങ്ങളിലൂന്നിയുള്ള ഒരു പുതിയ തത്വചിന്തയുമായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഈ സ്പിനോസ പല രീതിയിലും, പിന്നെ ഫെമിനിസ്റ്റ് ചിന്തകരിൽ സ്പിനോസ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സ്പിനോസ വീണ്ടെടുക്കപ്പെടുന്ന ഒരു ഘട്ടം ഈ അറിവിന്റെ ചരിത്രത്തിൽ സംഭവിക്കുന്നുണ്ട്. നാം ഈ ഒരു സന്ദർഭത്തിൽ ഈ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലമാവുമ്പോൾ ഈ ശരീരം എന്തോ ഒരു ആധിഭൗതിക വസ്തുവാണെന്നോ അതെന്തോ ആത്മീയ അത് പ്രകാശിപ്പിക്കുന്ന ഒന്നാണെന്നോ എന്നുള്ളതിന്റെ വാചാലതയല്ല ഇത്. മറിച്ച് പലപ്പോഴും ശരീരത്തെക്കുറിച്ചുള്ള വിനിമയങ്ങളിലൊക്കെ തന്നെ ഈ മെറ്റ എന്നുള്ള വാക്ക് ഒരു ആധിഭൗതികത, ഒരു തരം ആത്മീയത കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഇരുന്നാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കൂടെയാണ് എന്നുള്ളത് കൊണ്ടും ഇതൊരു മെറ്റീരിയൽ എൻഗേജ്മെന്റ് ആണ്. ഇത് തികച്ചും ഭൗതികവാദപരമായ ഒരു വിനിമയമാണ്, സംവാദമാണ് ശരീരത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ആത്മകേന്ദ്രിതമായ ചിന്താ പദ്ധതികളിലൂടെ ഈ ശരീരത്തെ ഒരു ആത്മീയ മാനം കൊടുത്ത് ശരീരത്തിന്റെ ഭൗതികപരമായ ചിന്തകളുടെ സാധ്യതകളെ അടച്ചു വയ്ക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിലുടനീളമുണ്ട്. പക്ഷേ ബുദ്ധിസം പോലെ, ജൈനിസം പോലെ, ചാർവാകം പോലെയുള്ള ഇന്ത്യയിലെ ഭൗതികവാദ പാരമ്പര്യങ്ങൾ ശരീരത്തിന്റെ നിലയെ മറ്റൊരു രീതിയിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ശ്രീബുദ്ധന്റെ അനാത്ത ത്രിലക്ഷണങ്ങളിൽ അനാത്ത സങ്കല്പം ഒരുപക്ഷെ ഈ ആത്മാവിന്റെ നിലയെ ചോദ്യം ചെയ്യുന്ന, ശരീരത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്ന തത്വചിന്തയാണ്. അപ്പോൾ ഈ ശരീരം ചെയ്യുന്നത് എന്താണ്? ശരീരം ചിന്തിക്കുകയാണോ? ശരീരം പ്രവർത്തിക്കുകയാണോ? ശരീരം അഭിനയിക്കുകയാണോ? ശരീരം അവതരിക്കുകയാണോ? ശരീരത്താൽ അവതരിപ്പിക്കപ്പെടുന്നതാണോ ജീവിതം? എന്നിങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. ചിന്ത എന്നാൽ എന്താണ്? അടിസ്ഥാന ചോദ്യമാണ്. പലപ്പോഴും അടിസ്ഥാന ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരമില്ലാത്തത്. കട്ടിയുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ എളുപ്പത്തിൽ ഉത്തരം പറയും. അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരമില്ല. ചിന്ത എന്നാൽ എന്താണ്? ചിന്തിക്കുന്നതാണ് ചിന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും എന്താണ് ചിന്ത? നമുക്ക് പെട്ടെന്ന് നിർവചിക്കാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. അറിവിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയക്കാണോ ചിന്ത എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ആശയത്തെ നിർമ്മിക്കുമ്പോൾ സംഭവിക്കുന്ന ആ പ്രതിഭാസത്തിനാണോ നമ്മൾ ചിന്ത എന്ന് പറയുന്നത്? എന്താണ് ഒരു ആശയം എന്ന് പറഞ്ഞാൽ?
തീർച്ചയായും ഇതൊക്കെ നമ്മൾ ചിന്ത എന്ന വാക്കുമായി കൂട്ടിയോജിപ്പിച്ച് അവതരിപ്പിക്കാനാണ് ശ്രമിച്ച് പോന്നിട്ടുള്ളത്. ഹെയ്ഡഗർ പറയുന്നത് മനുഷ്യവംശം ഇതുവരെ ചിന്തിക്കാൻ ആരംഭിച്ചിട്ടേ ഇല്ല, ചിന്തിക്കാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിൽ മാത്രമാണ് എന്നാണ്. അദ്ദേഹം തികച്ചും വേറൊരു സന്ദർഭത്തിലാണത് പറയുന്നത് എങ്കിൽ കൂടി. എന്താണ് ഒരു ആശയം? സാധാരണ ആശയം എന്തിൻ്റെയെങ്കിലും പ്രാതിനിധ്യത്തെ പ്രാതിനിധ്യത്തിലൂടെ ചിന്തിച്ച് അവതരിപ്പിക്കുന്ന ഒരു സങ്കല്പത്തെയാണ് നമ്മൾ ആശയം എന്ന് പറയുന്നത്. എനിക്കൊരാശയമുണ്ട്, ഒരു കവിത എഴുതാനുള്ള ഒരു ആശയമുണ്ട്. ഓക്കെ, എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്? ഞാൻ പൂവിനെ കുറിച്ചാണ് കവിത എഴുതുന്നത്. അപ്പോൾ ഒരു പ്രതിനിധിയുണ്ട് നമുക്ക്. അപ്പൊ ചുറ്റുവട്ടത്തുള്ള വസ്തുലോകവുമായും പ്രതിഭാസങ്ങളുമായും ഭാഷയിലൂടെ നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ വ്യാവഹാരിക ലോകത്തിലെ വസ്തുക്കളുടെ പ്രാതിനിധ്യത്തിലൂടെ നാം രൂപപ്പെടുത്തുന്ന സങ്കല്പങ്ങളെയാണ് ആശയം എന്ന് പറയുന്നത്. ഈ ആശയങ്ങളുടെ നിരന്തര നിർമ്മിതികളിലൂടെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കി. പക്ഷേ ഈ പ്രാതിനിധ്യ സ്വഭാവത്തിലൂടെ നാം നിരന്തരം പല വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ അടിത്തട്ടിൽ ശരീരം മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സ്പിനോസ പറയാൻ ശ്രമിക്കുന്നത്. അതിനെ അദ്ദേഹം അഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അഫക്റ്റിന് ഒരു മലയാളം അറിയില്ല. വികാരവുമായി ബന്ധപ്പെട്ട് വികാരത്തിന്റെ ഒരു പ്രഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മമത. എന്നെ നീ സ്പർശിച്ചു എന്ന് പറയില്ലേ? തൊടുന്നില്ല, പക്ഷെ എന്നിട്ട് നാം പറയും എന്നെ നീ വല്ലാതെ സ്പർശിച്ചു. ഈ അഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഫക്റ്റ് സ്പിനോസയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഫക്റ്റ് ഇറ്റ്സ് എ നോൺ റെപ്രസെന്റേഷണൽ എൻഗേജ്മെന്റ്. പ്രാതിനിധ്യങ്ങളില്ലാത്ത ശരീരത്തിന്റെ ഒരു വിനിമയ സംവിധാനമാണ് അഫക്റ്റ്. നമ്മറിയാം, ചില ആൾക്കാർ എന്തിനാണ് കരയുന്നത് നിങ്ങൾ അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരു കാരണവുമില്ലാതെ കരയുന്നവരുണ്ട് ലോകത്ത്. കൂടുതൽ പേർക്കും കാരണങ്ങൾ ഉണ്ടാവാം. ചിലതരം വേദനകൾക്ക്, ചിലതരം സന്തോഷങ്ങൾക്ക്, ചിലതരം ആംഗ്യങ്ങൾക്ക് കാരണമില്ല. അത് നാം നിർമ്മിച്ചെടുത്ത ഭാഷയുടെയും ബോധത്തിൻ്റെയും ചിന്ത എന്ന് വിളിക്കുന്ന പ്രക്രിയയുടെയും അടിത്തട്ടിൽ കിടക്കുകയാണ്. അത്തരം ആംഗ്യങ്ങളും അത്തരം ചെറിയ ചെറിയ പെർസെപ്ഷൻസ് ഇത് ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ചിന്തിക്കുമ്പോഴും ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. ഇതിനെ തിരിച്ചറിയാനുള്ള അപൂർവമായി ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് വരാം. ഇതിനെ തിരിച്ചറിയാൻ ഒരു ഭാഷയുണ്ടോ? ഇത് ശരീരം സ്വയംകൃതമായി നാം നിർമ്മിച്ചെടുത്ത ഭാഷയ്ക്കും സംവേദനങ്ങൾക്കും ചിന്തയ്ക്കും ഒക്കെ അടിത്തട്ടിൽ വിളയാടുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെ അദ്ദേഹം അഫക്റ്റ് എന്ന് പറയും.
ഞാൻ പറഞ്ഞു 20-ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതിയോടുകൂടി സ്പിനോസ മറ്റൊരു തരത്തിൽ തിരിച്ചു വരുമ്പോൾ ഈ അഫക്റ്റിനെ ബന്ധപ്പെടുത്തി ധാരാളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയുന്ന ന്യൂ മെറ്റീരിയലിസ്റ്റ് തിയറികളിൽ അഫക്റ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് തന്നെ, തിയേറ്ററിനെ കുറിച്ച് പഠിക്കുന്ന ലക്കത്തിന് ഈ അഫക്റ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പുതിയ മേഖലയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോ ഇത് ചിന്തയ്ക്ക് പുറത്തുള്ള, ചിന്ത എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രക്രിയയ്ക്ക് പുറത്തുള്ള, ഭാഷാകേന്ദ്രിതമായ നമ്മുടെ വിനിമയങ്ങൾക്ക് പുറത്തുള്ള ഒരു സംഭവമാണ്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം, ശരീരത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത്, നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ആ കുഞ്ഞ് ജനിച്ചു വീണ് മിനിറ്റുകൾക്കുള്ളിൽ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അതിനെ നോക്കി ചിരിച്ചാൽ അത് തിരിച്ച് ചിരിക്കാനോ അല്ലെങ്കിൽ മുഖം കൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കാനോ തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഒരു മൈമറ്റിക് ഫാക്കൽറ്റി ഈ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി കുഞ്ഞിൽ ഉണ്ടാകും. മനുഷ്യരെല്ലാം മൈമറ്റിക് ബീയിങ്സ് ആണ് എന്ന് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ മൈമസിസ് എന്ന് പറയുന്ന അനുകരണം അല്ലെങ്കിൽ അനുകൃതി എന്നൊക്കെ വിളിക്കുന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ അഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു എൻറ്റിറ്റി എന്നതോടൊപ്പം തന്നെ മറ്റൊരു ഒരു മനുഷ്യന്റെ ഒരു ഗുണമാണ് ഈ പറയുന്ന മൈമറ്റിക് ക്വാളിറ്റി. ഗുണമോ സ്വഭാവമോ ആണ്. മൈമസിസിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ, ഇപ്പൊ പ്ലേറ്റോ പറയുന്നത് കല, ഈ ഗ്രീക്ക് ചിന്തയിൽ കല എന്ന് പറയുന്നത് പ്രകൃതിയുടെ അനുകരണമാണ്, പ്രകൃതിയുടെ അനുകരണത്തിലൂടെയാണ് കല സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ പറയും ഇമിറ്റേഷൻ ഓഫ് ദി ആക്ഷൻ, ഡ്രാമ ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് ദി ആക്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത്തരം മൈമസിസിലൂടെ, ഈ മൈമസിസിന്റെ മറ്റൊരു രൂപത്തിലാണ് നമ്മൾ ഈ പെർഫോമൻസ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ മൈമസിസ് എന്ന സങ്കല്പത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്ന് ആണ് പുതിയ പെർഫോമൻസിനെ കുറിച്ചുള്ള പുതിയ ചിന്തകളിൽ കടന്നു വന്ന ഒരാശയമാണ് ഈ എംബോഡിമെന്റ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിവുള്ളതാവും. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് മരിച്ചുപോയ ഫിലിപ്പ് സെർലി എന്ന നാടക ചിന്തകൻ, അദ്ദേഹത്തിന് കേരളത്തിലെ കഴിഞ്ഞ അന്താരാഷ്ട്ര നാടകോത്സവത്തിലൊക്കെ അദ്ദേഹത്തിന്റെ നാടകവും അദ്ദേഹം അവിടെ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടുവേർഡ് ദി ഫിനോമിനോളജി ഓഫ് ആക്ടിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ എംബോഡിമെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എംബോഡിമെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ന്യൂറോബയോളജിയുടെ അതിൻ്റെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ, അതിന് ഓവർ ആർച്ചിങ് ടേമായിട്ട് ഇപ്പോൾ കോഗ്നിറ്റീവ് സയൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കുക. കോഗ്നിറ്റീവ് സയൻസ് കഴിഞ്ഞ 20 കൊല്ലത്തിലേറെയായിട്ട് അതിൽ വലിയ മാറ്റങ്ങൾ ഈ പറയുന്ന എംബോഡിമെന്റ് എന്ന മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ എംബോഡിമെന്റിന്റെ പരിധിയിൽപ്പെട്ട ചില ആശയങ്ങളുടെ സഹായത്തോടെ എങ്ങനെ നാടകത്തെ പഠിക്കാം, അവതരണം എന്ന സങ്കല്പത്തെ എങ്ങനെ പഠിക്കാം എന്നൊക്കെയാണ് ഈ ഫിലിപ്പ് സെർലിയെ പോലെയുള്ള ആൾക്കാർ ചെയ്തത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ എഴുതാൻ ശ്രമിച്ചത്. ഈ മനസ്സ് 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യന്റെ മനസ്സ് 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ കോഗ്നീഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ധാരണാശക്തി, ഗ്രാഹക ശക്തി, ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ്, എന്താണ് സംഭവിക്കുന്നത്, അതൊരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നു എന്നൊരു വാദമുണ്ട്. നമുക്ക് കിട്ടുന്ന അറിവുകളെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് നമ്മൾ അത് സംശീകരിക്കുന്നു.
മറ്റൊരു മാതൃക, അതിന് പറയുന്ന പേര് ഇനാക്റ്റീവ് എന്ന വാക്കാണ്. INACTIVE എന്നാണ് അവർ. ഇനാക്റ്റീവ് ഒരു കമ്പ്യൂട്ടർ മോഡൽ ഓഫ് മൈൻഡ് ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ മോഡൽ ഓഫ് മൈൻഡ്. ഇത് കൂടാതെ പറയുന്നൊരു ഇനാക്റ്റീവ് മൈൻഡ്. ഒരു ഇനാക്റ്റീവ് മൈൻഡ് എന്നല്ല, ഇനാക്റ്റീവ് ബോഡി എന്ന് വേണേൽ പറയാം. നമ്മൾ എന്താ ഒരു ബോഡി മൈൻഡ് കോംപ്ലക്സ് ആണ്. ഇനാക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ദെക്കാർത്തിന്റെ ആ ഒരു വിഭജിത സമ്പ്രദായമല്ല അവിടെ നിലനിൽക്കുന്നത്. അവിടെ ശരീരത്തെയും മനസ്സിനെയും വ്യവച്ഛേദിച്ച് കാണാതെ ഒരു മനോശരീര സംയുക്തമായി അതിനെ പരിഗണിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഇനാക്റ്റീവ് എന്ന് പറയുന്ന സങ്കല്പം. അതായത് ഈ ശരീരം തന്നെ സ്വയംകൃതമായ ഒരു കർമ്മവ്യവസ്ഥ, ഒരു സ്വയംകൃതമായ ഭാവമണ്ഡലം ശരീരം തന്നെയാണ്. ഇപ്പം നമ്മൾ സ്പിനോസയിൽ അഫക്റ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. ഒക്ടോപ്പസിനെ പോലെ ശരീരം മുഴുവൻ തലച്ചോറുള്ള ഒരു സങ്കല്പം. കാരണം ഈ ന്യൂറോബയോളജിയിൽ പറയുന്നത് എക്ടോഡേം എന്ന് പറയുന്ന കോമൺ എംബ്രിയോണിക് യൂണിറ്റിൽ നിന്നാണ് ഈ പറയുന്ന തൊലിയും തലച്ചോറും ഉണ്ടാവുന്നത് എന്നാണ്. അത്തരമൊരു വാദത്തിൽ നമ്മുടെ ശരീരമാസകലം പടർന്ന് കിടക്കുന്ന, നമ്മളെപ്പോഴും ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ തലയിലേക്ക് ആണ് പോവുക. പക്ഷെ ശരീരമാസകലം പടർന്നു കിടക്കുന്ന ഒരു സാധ്യതയായിട്ടാണ് ഇനാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയെ ഇവർ വായിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇതെന്താണ് പെർഫോമൻസ് ചെയ്യുന്നത്? ഫിലിപ്പ് സെർലി അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി, അദ്ദേഹം തന്നെ അഭിനയിച്ച നാടകത്തെ അഭിനയിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഡയലോഗുകളുണ്ട്, ഞാൻ എങ്ങോട്ടൊക്കെ തിരിയണം, എങ്ങോട്ടൊക്കെ പോകണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് എൻ്റെ കഥാപാത്രങ്ങൾ ഞാനും പ്രവർത്തിച്ചത്. പക്ഷേ ഇങ്ങനെ അളന്നു തൂക്കി നമ്മൾ എത്ര സ്ക്രിപ്റ്റ് എഴുതിയാലും എത്ര പരിശീലിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ സങ്കല്പത്തിൽ നിന്ന്, നമ്മളുടെ പിടിയിൽ നിന്ന് വഴുതി മാറുന്ന ചില സന്ദർഭങ്ങൾ നാടകം അഭിനയിക്കുമ്പോൾ ഉണ്ടാവും. അതൊരു പക്ഷെ പ്രേക്ഷകരറിഞ്ഞു എന്ന് വരില്ല. ചില അബോധപരമായ ശരീരം തന്നെ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം, അതിനെ അദ്ദേഹം ഇനാക്റ്റീവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു മൈമറ്റിക് തലം പെർഫോമൻസിനുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെ നമുക്ക് അത് അഭിനയിച്ച് കാണിക്കാൻ കഴിയും. പക്ഷെ അതിസൂക്ഷ്മമായ തലത്തിൽ ഒരു മൈമറ്റിക് അവസ്ഥ, ഒരു ഇനാക്റ്റീവ് അവസ്ഥ നാടകത്തിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ, ഞാൻ ഈ അഫക്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചു, ഇനാക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിനെ മനസ്സിലാക്കാൻ കഴിയുക? ഇത്തരത്തിൽ ചിന്തയുടെയും ഭാഷയുടെയും അടിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിഭാസങ്ങളെ എങ്ങനെ നമുക്ക് സ്വാംശീകരിക്കാനാവും? ഇവിടെയാണ് നമ്മൾ ആംഗ്യത്തിലേക്ക് തിരിയുന്നത്. ആംഗ്യം പലതരത്തിലുണ്ട്. ഭാഷയില്ലാതെ നമ്മളൊരു പ്രത്യക്ഷമായ ശാരീരിക ചലനം, അതിനൊരു ആംഗ്യത്തിന്റെ തലമുണ്ടാവും. ഇപ്പൊ നമ്മൾ അഭിവാദനം ചെയ്യുന്ന ഒരാളെ, അതിൽ ഒരു ആംഗ്യത്തിന്റെ തലമുണ്ടാവും. നമ്മളുടെ ഒരു പ്രത്യേക വികാരത്തിന് അർത്ഥം കൊടുക്കുക, ഒരു ചിന്തയ്ക്ക് അർത്ഥം കൊടുക്കുക, അപ്പൊ ചിലപ്പോൾ നമ്മൾ ഭാഷയിലൂടെ പറ്റില്ല, നമ്മൾ അത് ആംഗ്യത്തിലൂടെ കാണിച്ചു എന്ന് വരും. അങ്ങനെ പല രീതിയിൽ ആംഗ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പൊ ആംഗ്യം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും വിശദമായി പഠിക്കുകയും എഴുതുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം.
പക്ഷെ നമ്മൾ ഈ പാശ്ചാത്യ ട്രഡീഷൻ നോക്കുമ്പോൾ ആംഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഒരു പ്രാപഞ്ചിക ഭാഷ, അല്ലെങ്കിൽ ഭാഷയുടെ ഉൽപ്പത്തി ആംഗ്യത്തിൽ നിന്നായിരുന്നോ എന്ന ചോദ്യം, ഈ രണ്ട് കാര്യങ്ങളെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ആംഗ്യത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ആംഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു, എൻ്റെ പേര് MR വിഷ്ണുപ്രസാദ്. എൻ്റെ പേര് MR വിഷ്ണുപ്രസാദ്. എനിക്കിതൊന്ന് കാണിക്കണം. ഭാഷയില്ലാതെ ഈ സംഭാഷണത്തിനിടയിൽ എനിക്കിതൊന്ന് കാണിക്കണം. എങ്ങനെ സാധ്യമാകും? ഞാനിത് തലപുകഞ്ഞ് ആലോചിച്ചു. ഏതെങ്കിലും ആരെങ്കിലും സുഹൃത്തുക്കളെ വിളിച്ച് ഒരു ആംഗ്യഭാഷ പഠിച്ചാലോ എന്ന് കൂടി ആലോചിക്കാതിരുന്നില്ല. എനിക്ക് ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ കാണിക്കണം എന്നാണ് തോന്നിയത്. എൻ്റെ പേര് MR വിഷ്ണുപ്രസാദ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എനിക്ക് കരചരണങ്ങളെക്കുറിച്ച് ബോധ്യമില്ല, ചാരികൾ എന്താണെന്നറിയില്ല, മണ്ഡലം അറിയില്ല, അഭിനയ ദർപ്പണം വായിച്ചിട്ടില്ല, ഏതെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും നൃത്തങ്ങളിലെ നൊട്ടേഷൻസ് ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല. ഒന്നും എനിക്കറിയില്ല. വേണമെങ്കിൽ കൂടിയാട്ടം പരിശീലിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് എനിക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് എൻ്റെ പേര് MR വിഷ്ണുപ്രസാദ്, ഇതെങ്ങനെ ഞാൻ അവതരിപ്പിക്കും? അവർക്ക് വേണേ ഇത് പറഞ്ഞു തരാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറ്റുമെങ്കിൽ, എനിക്കറിയില്ല ഇതിങ്ങനെ കാണിക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ എനിക്ക് കാണിക്കണമായിരുന്നു എൻ്റെ പേര് MR വിഷ്ണുപ്രസാദ്. ഇങ്ങനെ കാണിച്ചത് എൻ്റെ എന്നാണ്. ഇനി പേരെന്നുള്ളതിന് എന്ത് കാണിക്കും? ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ചു. ഒരു മാർഗവുമില്ല. അപ്പൊ പിന്നെ എന്താ വഴി? നമ്മളൊരു പേപ്പറിൽ എഴുതി പേര് എന്ന് കാണിക്കുക. ഞാൻ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നെയും ഭാഷയിലേക്ക്, ഒരു ആംഗ്യഭാഷ നിർമ്മിക്കാനുള്ള എൻ്റെ വലിയ ആഗ്രഹം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ പരാജയപ്പെട്ടു. പേര് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാണിക്കും? എൻ്റെ ബോധം പേരിന് വേണമെങ്കിൽ പേരിന് വേറെ എന്തെങ്കിലും എനിക്ക് കാണിക്കാം, എന്നിട്ട് എനിക്ക് എന്നെ വേണം സ്റ്റാൻഡർഡൈസ് ചെയ്താൽ മതി. അങ്ങനെയാണല്ലോ നമ്മൾ ജസ്റ്റേഴ്സ്, മുദ്രകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് പേരെന്ന് എഴുതി കാണിക്കാൻ തോന്നി. ഈ അർത്ഥത്തിൽ മുദ്രകളിലൂടെയും ഭാവങ്ങളിലൂടെയും നാം ഒരു പ്രത്യേക സന്ദർഭത്തെ ആർക്കു വേണമെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഇവിടെ എൻ്റെ പേര് MR വിഷ്ണുപ്രസാദ് എന്നുള്ളതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ ഓരോ പെർഫോമൻസിനും ഓരോ സബ്ജക്റ്റ് ഉണ്ടാവും. പ്രധാനമായും രണ്ട് വിധത്തിലാണ് സബ്ജക്റ്റ് വരിക. ഒന്ന് മനുഷ്യനുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ്, രണ്ട് മനുഷ്യേതരമായത്. ഇപ്പൊ മനുഷ്യനുമായി ബന്ധപ്പെട്ട കഥ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കഥ അറിയാതെ ആട്ടം കാണുകയെന്ന്. പക്ഷേ മുദ്ര അറിയാതാണ് പലരും ആട്ടം കാണുന്നത്. കഥ അറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രേമം, മരണം, വിരഹം, അങ്ങനെയുള്ള ഏർപ്പാടുകൾ, അതിൻ്റെ അവതരണങ്ങൾ, അത് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. എല്ലാത്തിനും ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പെർഫോമൻസിനെ കുറിച്ചല്ല പറയുന്നത്. ഭൂമിയിലുള്ള നാടകങ്ങൾ, അവതരണങ്ങൾ, എന്തുമായിക്കൊള്ളട്ടെ, റിച്വൽസ്, അതിലെ വിഷയങ്ങൾ, മനുഷ്യൻ കടന്നു വരുന്ന വിഷയങ്ങളുണ്ടാവും. മനുഷ്യബാഹ്യമായ പ്രകൃതിയെക്കുറിച്ചുള്ളത്, മരത്തെക്കുറിച്ചുള്ളത്, പുഴയെക്കുറിച്ചുള്ളത്, പിന്നെ വേറെ മാടൻ, മറുത, പക്ഷി, യക്ഷി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള രൂപങ്ങളെ കുറിച്ച് അത്തരം വിഷയങ്ങളും കടന്നു വരാറുണ്ട്.
ഈ ആംഗ്യത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലുണ്ടായ ഈ നാട്യശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഇതിനെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സന്ദർഭത്തെ അവതരിപ്പിക്കാൻ മുദ്രകൾ ഒരുപക്ഷെ നമുക്കിപ്പം ഈ സൂര്യനും ചന്ദ്രനും പുഴയും പക്ഷികളും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൈകൾ കൊണ്ട് കാണിക്കാം. പക്ഷെ മനുഷ്യനുമായി ബന്ധപ്പെട്ട അത് ഭാവങ്ങളാണ്. അപ്പൊ അത് കാണിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന രസങ്ങളും ഭാവങ്ങളും രൂപീകരിക്കേണ്ടി വരുന്നത്. അത് ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യാവഹാരിക ലോകത്തിലെ കഥകൾ അതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ രസങ്ങളെയും ഭാവങ്ങളെയും നമുക്ക് പ്രക്ഷേപിക്കേണ്ടി വരിക. പക്ഷെ നമ്മുടെ ഇന്നത്തെ ചർച്ച ഈ പറയുന്ന ഒരു നോൺ ഹ്യൂമൻ ടെറൈനില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അതിന് മുദ്രകളുണ്ട്. പലപ്പോഴും നമ്മൾ ചിട്ടപ്പെടുത്തിയ മുദ്രകളിലൂടെ പക്ഷിയും നമ്മുടെ മനുഷ്യബാഹ്യമായ ലോകത്ത് അവതരിപ്പിക്കാൻ ധാരാളം മുദ്രകളുണ്ട്. പക്ഷെ ഈ മുദ്രകളുടെ സഹായമില്ലാതെ എന്തെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് കളരിപ്പയറ്റ് എന്ന് പറയുന്ന രൂപം, അതിനകത്ത് ഒത്തിരി ആംഗ്യങ്ങളുണ്ട്. ആ ആംഗ്യങ്ങളുടെ അടിയിൽ പ്രവർത്തിക്കുന്ന അർത്ഥം എന്താണ്, അതിൻ്റെ എന്തെങ്കിലും തത്വചിന്ത അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ളത് വളരെ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ. ഇതിനകത്തെ ഒരു പ്രധാന ചോദ്യം ഈ അഫക്റ്റ് പെർസെപ്റ്റ്, അത് നമ്മൾ അഫക്റ്റ് അതുപോലെ ഇനാക്ഷൻ, ആ രണ്ട് പൊട്ടൻഷ്യലിലുള്ള ശരീരത്തിൻ്റെ അവസ്ഥയെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും? അതായത് ഭാഷയ്ക്ക് വെളിയിലുള്ള ഒരു ആംഗ്യത്തിൻ്റെ പരിധിയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ ഒരു ഡിസ്കോഴ്സിലേക്ക് കൊണ്ടുവരിക? അതിൽ രണ്ടു തരം മെത്തേഡ് ഉണ്ട് എന്നാണ്. രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. 1934 ഈ വർഷം, അതിലാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം, 47 ആ കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു ബെർഗ്സൺ. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പേരാണ് ബെർഗ്സൺ. ഗ്രിഗറി ബെർഗ്സൺ ആൻഡ് മാർഗരറ്റ് മീഡ്, 2 പേര്. ഇവര് ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന സ്ഥലത്ത് ആന്ത്രപ്പോളജി പഠിക്കുന്നതിന് വേണ്ടി ഇവരുടെ റിസർച്ച് മെത്തഡോളജി എംബോഡീഡ് മെത്തേഡായിരുന്നു, എംബോഡീഡ് റിസർച്ച് മെത്തേഡായിരുന്നു. അവരതിനെ പറയുന്നത് ഒരു നോൺ റെപ്രസെന്റേഷണൽ മെത്തേഡ് എന്നാണ്. ഒരു പക്ഷേ അക്കാലത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഫോട്ടോഗ്രഫി പെട്ടെന്ന് എമർജ് ചെയ്ത് വരുന്ന സമയമാണ്. ഫോട്ടോഗ്രഫി, വീഡിയോ. വിഷ്വൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക പഠന മേഖല ഈ 2 പേരുടെ ഇടപെടലിലൂടെയാണ് രൂപപ്പെട്ടു വരുന്നത് പാശ്ചാത്യ നരവംശ ശാസ്ത്രത്തിൽ. ഇവര് ഈ ബാലി എന്ന് പറയുന്ന സ്ഥലം, ബാലി എന്ന് പറയുന്ന സ്ഥലത്തിന് ബലിനീസ് ഡാൻസ് വളരെ ലോകപ്രശസ്തമായ ഡാൻസ് കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. പലതരത്തിലുള്ള ഡാൻസ് ഫോമുകളുണ്ട്, എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിൽ ഇവർ ബെയൂങ് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ 5 വർഷക്കാലത്തോളം താമസിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. അവരുടെ മെത്തേഡ് എന്ന് പറയുന്നത് ചോദ്യങ്ങളൊന്നും ആരോടും ചോദിക്കുന്നില്ല.
ഒരു വിവരങ്ങളും ആ പ്രദേശത്തു നിന്ന് ശേഖരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ അതല്ല അതിൻ്റെ മെത്തേഡ്. ഇവർ പ്രധാനം എടുക്കുന്നത് ഫോട്ടോ എടുക്കുക, വീഡിയോ പിടിക്കുക. ഈ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏതാണ്ട് 25,000 ഫോട്ടോസ് ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. സിനിമ സ്റ്റഡീസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷ്വൽ എത്നോഗ്രഫി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 25,000 ഫോട്ടോയും ഈ 23,000 അടിയുള്ള വലിയ ഫിലിം റോളുകൾ ഇവരുടെ പഠനകാലത്ത് ഇവർ രണ്ടുപേരും ചേർന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഇവർ ഈ ജസ്റ്റേഴ്സ് മാത്രമേ. കാരണം ഇത് എങ്ങനെയാണ് ഈ ഒരു റിസർച്ച് സാധ്യമാവുന്നത്? നമുക്കൊരു പക്ഷേ നമുക്ക് ഏതെങ്കിലും ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു അവതരണ രൂപത്തെ ഈ രീതിയിൽ പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു പ്രത്യേക ജനസമൂഹം, ഒരു മലയിൽ താമസിക്കുന്ന ജനസമൂഹം മുഴുവൻ ഈ ഒരു അവതരണ സംസ്കാരവുമായി, ഞാൻ പറഞ്ഞ ഈ ബെയൂങ് എന്ന് പറയുന്ന സ്ഥലത്തെ ജനത മുഴുവൻ അവിടുത്തെ പ്രത്യേക പല വിധത്തിലുള്ള സെമി റിച്വലിസ്റ്റിക് ആയ ഡാൻസ് ഫോമുകളുണ്ട്, അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയ ഡാൻസ് ഫോമുകളുണ്ട്. അവരുടെ നാട്ടിൽ ക്ലാസിക്കൽ എന്ന് പറയുന്ന പദവിയിലേക്ക് വന്ന ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സംഗ്രഹം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ഭൂപ്രദേശം. അവിടുത്തെ ജനങ്ങൾ ഈ നൃത്തരൂപങ്ങളുമായി വല്ലാതെ പ്രത്യേകിച്ച് ഇവർ പോയ സമയത്ത് ഇഴുകിച്ചേർന്ന് ജീവിച്ച ഒരു സമയത്താണ് ഇവരവിടെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തത് ഈ നൃത്തരൂപങ്ങളുടെ വീഡിയോ എടുക്കുക, വേറൊന്നുമില്ല. മനുഷ്യരുടെ വീഡിയോകളും എടുക്കുക, ഫോട്ടോഗ്രാഫ്, ഇവരുടെ ജസ്റ്റേഴ്സ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു? കാരണം ഇവർക്ക് ഭാഷ അറിയില്ല, ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് അറിയില്ല, ഒന്നും ഇവർ ചോദിക്കുന്നുമില്ല. അപ്പൊ ജസ്റ്റർ എന്താണ് എന്നതിലൂടെ ജസ്റ്ററിൽ മാത്രം കേന്ദ്രീകരിച്ചു ഉള്ള. കാരണം ഇതിനു മുൻപ് ഇവർ ഈ ഒരു മേഖലയിൽ ഗവേഷണം നടത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന ഈ ലാറ്റിൻ അമേരിക്കൻ ഭൂപ്രദേശങ്ങളിൽ ഇവരുടെ ഗവേഷണ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇതൊരു താരതമ്യം പോലെ 2 മേഖലകളെയും. ഇവർ മുമ്പ് ചെയ്ത സിദ്ധാന്ത ബഹുലമായ സിദ്ധാന്തങ്ങൾ കൊണ്ട് മുൻവിധിയുള്ള ഒരു രീതിശാസ്ത്രത്തിലൂടെ അല്ല ഇവർ ഈ ബലിനീസ് ഡാൻസ് കാണുന്നത്. അത് ജസ്റ്ററിനെ കുറിച്ചാണ് അവർക്ക് പഠിക്കേണ്ടത്. ഈ ശരീരഭാഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചിന്തയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ആ ശരീരം, അതെങ്ങനെയാണ് അവതരണങ്ങളിലൂടെ പുറത്തു വരുന്നത്? അത് ആ സമൂഹത്തിന്റെ ശരീരഭാഷയിൽ ആ നൃത്തത്തിന്റെ ശരീരഭാഷ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്? വളരെ നമുക്ക് പെട്ടെന്ന് ഈ സത്യമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, ഇപ്പോഴും അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടിരിക്കുന്നു ചില ഗവേഷണ നിരീക്ഷണങ്ങളുമായിട്ട് അദ്ദേഹം പുറത്തു വരുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന അവിടുത്തെ സമൂഹത്തിന്റെ, നമ്മൾ അതുവരെ ഇവരുടെ റിസർച്ചിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഡാൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിയന്റ് ആയിട്ടുള്ള ഒരുതരം എഫിമറാലിറ്റി എംബഡഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഡാൻസിനെ അതുവരെ കണ്ടുപോകുന്നത്. പക്ഷെ ഈ ഡാൻസിന്റെ ശരീരഭാഷ ജീവിതത്തിന്റെ ശരീരഭാഷയിലും ഇവർ കണ്ടെത്തുകയാണ്. നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുന്ന ആളായി, അല്ലാത്തപ്പോൾ വേറെ ജീവിതം. പക്ഷെ ഈ പറയുന്ന ഗ്രിഗറി ബേറ്റ്സണും മാർഗരറ്റ് മീഡും അവർ ഈ സമൂഹത്തിലെ മനുഷ്യരിലും ഈ നൃത്തത്തിന്റെ ചേഷ്ടകൾ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് ഇപ്പൊ പടയണിയോ അല്ലെ തെയ്യമോ, കാരണം നമ്മുടെ സാമൂഹ്യ
ഇത് അവതരിപ്പിക്കുന്ന മനുഷ്യരിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ അത്ര ഇമേഴ്സ്ഡ് ആയിട്ടുള്ള, ഇത് നമ്മൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. കാരണം അതിന്റെ എംബോഡിമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഡിഫറെന്റ് ലെവൽ. പക്ഷെ ഇതുപോലെ ഒരു 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 ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർ പരമ്പരാഗതമായി ഇവിടെ നമ്മൾ കേരളത്തിലെ ഇത്തരത്തിലുള്ള രൂപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ മിശ്രജാതികളാണ്. ഇതിനകത്ത് ഒരുപക്ഷെ പലതരം, ഇപ്പൊ പടയണി തന്നെ എടുത്താൽ പലതരം ജാതി സമൂഹങ്ങൾ ആചരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന വിവിധ രൂപങ്ങളെ കൂട്ടിയിണക്കി കൊണ്ടുള്ള ഒരു രൂപമായിട്ട് പടയണി നമുക്ക് കാണാൻ പറ്റും, ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി സമൂഹം ചെയ്യുന്നത്. പക്ഷെ ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയുമായി ബന്ധമുള്ള, ആവാസ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ രൂപപ്പെട്ട അവതരണ രൂപങ്ങളെ പഠിക്കുന്നതിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മെത്തഡോളജി സഹായിച്ചു എന്നും വരാം. അതിലൂടെ അദ്ദേഹം കണ്ടെത്തുന്നത് ഈ പറയുന്ന ജനങ്ങളുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നൃത്തത്തിന് വെളിയിലുള്ള മനുഷ്യർ, നൃത്തത്തിനകത്തുള്ള മനുഷ്യർ. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ ബലിനീസ് ഡാൻസ് ഒന്നും തന്നെ കോഡഡ് അല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പുതിയ ഏതൊക്കെ ആർട്ടിക്കിൾ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് അതിന് കാലാകാലങ്ങളായ പല മാറ്റങ്ങളും, അതിനെ കോഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും. ഇത് രാമായണം കഥയാണ് പറയുന്നത്, പക്ഷെ കോഡ് ഇല്ല എന്ന് പറയുന്നത് അത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി. ഇപ്പൊ ഒരുപക്ഷെ അവർ തിരഞ്ഞെടുത്ത ആ ഒരു പഠന മേഖല എന്തുകൊണ്ടും പറയുന്ന ഈ ആംഗ്യത്തിന്റെ സ്വഭാവത്തെ, ആംഗ്യത്തിന്റെ സാധ്യത എങ്ങനെയാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റൊരു ഈ ചിന്തയുടെയും ഭാഷയുടെയും അടിയിൽ കിടക്കുന്ന ശരീരത്തെ, അതിന്റെ അഫക്റ്റിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഇതാണ് അവിടെ ചർച്ച ചെയ്തത്. രണ്ടാമത് ഇത് ഒരു, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു നോൺ റെപ്രസെന്റ്, നമ്മൾ ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ, അത് അവർക്ക് എളുപ്പമായിരുന്നു. കാരണം അവരവിടെ പുതിയ ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു അവതരണ രൂപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം, എനിക്ക് മുൻവിധികളുണ്ട് സ്വാഭാവികമായി. പക്ഷെ ഇത്തരത്തിലുള്ള റിസർച്ച് മോഡൽ നമ്മളോട് പറയുന്നത് ഒരു ഗവേഷണം ചെയ്യുന്ന ഒരാൾ ഒരിക്കലും മുൻവിധി പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗവേഷണത്തിലേക്ക് പോകുന്നത്, നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കും, ഇതാണ് ശരി, ഇതാണ് ശരി, ഇതായിരിക്കണം. ഇതിനുവേണ്ടി നമ്മൾ ഈ ശരിയെ നമ്മൾ നന്നാക്കാനുള്ള, ഈ ശരിയെ നമ്മൾ കൂടുതൽ ശരിപ്പെടുത്താനുള്ള ഒരു 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 മാർഗമാണ് ഒരുപക്ഷെ ഈ റെപ്രസെന്റേഷണൽ മെത്തേഡിന്റെ വേറൊരു വലിയ ദൂഷ്യമാണ്. നമുക്കിഷ്ടമുള്ള ഒരു വിഷയം, ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഉത്തരം നമ്മൾ മാനസികമായി ക്രിയേറ്റ് ചെയ്യുകയും ആ ഉത്തരത്തെ സാധൂകരിക്കുന്ന തെളിവുകളും ഡേറ്റയും നമ്മൾ ഉണ്ടാക്കുകയും ദാ കിടക്കുന്നു സത്യം എന്ന് പറയുകയും ചെയ്യും. ഇത് ഒബ്ജക്റ്റിവിറ്റിക്ക് എതിരാണ്. പക്ഷെ ഇത് ഞാൻ ആ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നമ്മൾ ഈ നോൺ റെപ്രസെന്റേഷണൽ മെത്തേഡ് അല്ലാതെ നമുക്ക് ഈ ആംഗ്യത്തെ പഠിക്കാമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് നമ്മൾ കളരി പോലെയുള്ള, അത് ഉദാഹരണം പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കളരിപ്പയറ്റിൽ സംഭവിക്കുന്നത്, കളരിപ്പയറ്റിന്റെ അതിന് മുദ്രകളാണോ എന്ന് ചോദിച്ചാൽ അത് മുദ്രകൾ പോലെ ചിലപ്പോൾ ഈ തെക്കൻ ശൈലിയിലുള്ള കളരിപ്പയറ്റിൽ ഒരു എന്താ പറയുന്നത്, മുദ്രയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന ഒരു 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 കൊറിയോഗ്രഫിയുടെ ഒരു സൗന്ദര്യമൊന്നും ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. മധ്യകേരള ശൈലിയിലും അത് കണ്ടു എന്ന് വരില്ല. മറിച്ച് വടക്കൻ ശൈലിയില് കളരിപ്പയറ്റില് ഈ പറയുന്ന ശരീരത്തിന്റെ വടിവുകളും അതിന്റെ ആംഗ്യങ്ങളും വേറൊരു തരത്തില് പ്രവർത്തിക്കുന്നുണ്ട്. ഇതില് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ചെങ്ങന്നൂർ എന്നാണ്. കേരളത്തിലെ കളരി പാരമ്പര്യം നമ്മൾ കേരളത്തിലെ യുദ്ധത്തിന്റെ പാരമ്പര്യവുമായിട്ട് കൂട്ടി ഘടിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും, തീർച്ചയായും അത് യുദ്ധത്തിന്റെ പാരമ്പര്യമായി അതിന് ബന്ധമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇത് ഒരുപാട് ഒന്നിലേറെ ജാതി സമൂഹങ്ങൾക്ക് ഇത്തരത്തിൽ ആയോധന പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
പ്രത്യേകിച്ച് ഈ ഇടനാടൻ പാട്ടില് പറയ സമുദായത്തിന്റെ വീരനായകൻ ആണ് ചെങ്ങന്നൂരാദി. ചെങ്ങന്നൂരാദി പാട്ട് വലിയൊരു യോദ്ധാവായ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാമുകിയും, പാലുവം പെണ്ണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാമുകിയും കൂടെ അവരുടെ പ്രണയവും അവരുടെ അംഗവീര്യങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന പാട്ടാണ്. ആ പാട്ടിൽ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്, കളരിയിൽ ചേരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മറ്റ് രണ്ട് കളരി സമ്പ്രദായങ്ങൾ ഈ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മധ്യ കേരളത്തിലെ ശൈലിയിൽ ഈ മനുഷ്യനും മൃഗങ്ങളും നേരിടുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അത് മനുഷ്യനും തമ്മിലുള്ള യുദ്ധമാണ് പലപ്പോഴും നമ്മൾ ഈ വടക്കൻ പാട്ടുകളിലൊക്കെ. പക്ഷെ ഇടനാടൻ പാട്ടിലെ ഈ കളരി പരാമർശിക്കുന്ന പാട്ടുകളിലൊക്കെ തന്നെ മനുഷ്യനും മൃഗങ്ങളും, പുലിയംഗം അല്ലെ ആനയുമായിട്ടുള്ള ഒരു മൃഗസാന്നിധ്യം അവിടെ വരുന്നുണ്ട്. ഇതൊരു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അവതരണ പാരമ്പര്യത്തിന് ഈ പറയുന്ന ചേരമാൻ പെരുമാളും അതിനുശേഷമുള്ള യുദ്ധവുമായിട്ട് മാത്രമല്ല നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കേണ്ടത്. മറിച്ച് ഈ നമ്മൾ മലയാളം എന്ന ആണല്ലോ, മലയാളികളാണല്ലോ. അപ്പൊ ഇവിടെ ഒരു മലയുടെ ഒരു വലിയ ചരിത്രമുണ്ട്, മലയുടെ ഒരു 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 ഭൂതകാലം. ഒരു നല്ല ശതമാനം മനുഷ്യരും മലയിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു സെൻസോറിയൽ എൻഗേജ്മെന്റ് ആണ്. കുറച്ചുകൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചിന്തയുമായി ബന്ധപ്പെട്ട വേറെ തരത്തിലുള്ള ഫാക്കൽറ്റീസ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടി വരും. നമ്മളുടെ സെൻസറി ഫാക്കൽറ്റീസ് വേറെ രീതിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ മലവാസികളുടെ ജീവിതത്തിന് അവരുടെ മൃഗങ്ങളുമായുള്ള സഹവാസത്തിന്റെ ചരിത്രത്തിലൂടെ അവർ ശരീരം കൊണ്ട് രൂപപ്പെടുത്തിയ, ഒരുപക്ഷെ പ്രതിരോധത്തിന് വേണ്ടിയോ ചികിത്സയ്ക്ക് വേണ്ടിയോ കലയ്ക്ക് വേണ്ടിയോ ഒക്കെ രൂപപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. അപ്പൊ അവിടെ ഒക്കെ കളരിയുടെ പൊതുവായ ഘടന പരിശോധിച്ചാൽ അഷ്ടവടിവുകൾ എന്നാണ് പറയുന്നത്. മൃഗങ്ങളെ അനുകരിക്കുക, മൃഗങ്ങളുടെ നിലകൾ ശരീരം കൊണ്ട് കാണിക്കുക എന്നുള്ളത്. ഞാനിവിടെ ഒരു ഡോക്യുമെന്ററി കണ്ടിരുന്നു. അതില് ശാസ്ത്രജ്ഞന്റെ പേര് ഞാൻ മറന്നു, ഒരു പാലിയന്റോളജിസ്റ്റാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അദ്ദേഹത്തിന്റെ ബുക്ക് നമുക്ക് കിട്ടും, യുവർ ഇന്നർ ഫിഷ് എന്ന മറ്റാണെന്ന് തോന്നുന്ന ബുക്കിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഈ പരിണാമത്തിന്റെ കണ്ണിയിൽ വിട്ടുപോയ ഒരു ജീവി നഷ്ടപ്പെട്ടു പോയി, പരിണാമത്തിന്റെ കണ്ണിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിയെ അന്വേഷിക്കുന്ന ഒരു ഗവേഷണ പദ്ധതിയിൽ അദ്ദേഹം 10 വർഷക്കാലം ജോലി ചെയ്തു. അപ്പൊ അതിലൂടെ അദ്ദേഹം ഈ ജീവികളുടെ സ്കെൽറ്റൽ സിസ്റ്റം, ഇപ്പം ആംഫീബിയൻസ്, മാമൽസ്, ഇങ്ങനെ ഈ വെള്ളം മുതൽ ഫിഷസ്, ആംഫീബിയൻസ്, മാമൽസ്, ആ ഒരു എൻറ്റയർ റേഞ്ച് ഓഫ് അനിമൽസ്, അതിൻ്റെ മുഴുക്കെ ഈ സ്കെൽറ്റൽ സിസ്റ്റം അതിനെക്കുറിച്ച് പഠിച്ചു. ഇദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം, ഈ മനുഷ്യനിൽ ഇപ്പറഞ്ഞ പരിണാമത്തിന്റെ ചങ്ങലയിലുള്ള എല്ലാ ജീവികളുടെയും അസ്ഥികളുടെ വിന്യാസത്തിന്റെ സാധ്യതകളുണ്ട് എന്നാണ്. മനുഷ്യന്റെ ശരീരത്തിൽ അസ്ഥികൂടത്തിന്റെ സാധ്യതകളുമായി, അതായത് ഏതെങ്കിലും ഒരു മീനിന്റെ അസ്ഥി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ നീന്താൻ നമുക്ക് കഴിയും, നമ്മൾ നീന്താറുണ്ട്. പറക്കാൻ സാധ്യതയാണ്. പക്ഷെ ഗ്രാവിറ്റിയെ ഒരു തലത്തിലുള്ള മറ്റൊരു തലത്തിൽ നമുക്ക് ഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഈ പറയുന്ന ഷാവലിൻ കുങ്ഫു അതുപോലുള്ള മറ്റുള്ള ശരീര പാരമ്പര്യങ്ങൾ, നമ്മൾ എപ്പോഴും ശരീര പാരമ്പര്യങ്ങൾ കാണുന്നത് അത്ഭുതങ്ങളായിട്ടാണ്. അതാണ്
സ്പിനോസ പറയുന്നത് വി ഡോണ്ട് നോ വാട്ട് അവർ ബോഡി ക്യാൻ ഡു എന്ന് പറഞ്ഞ ഇതൊരു അത്ഭുതമായിട്ടാണ് നമ്മൾ പറയുന്നത്. അന്ധവിശ്വാസവും അത്ഭുതമായിട്ടാണ് ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ ഇതിനെയും നമ്മൾ കാണുന്നത്. പക്ഷെ നിരന്തരമായ പരിശീലനത്തിലൂടെ, നിരന്തരമായ പ്രയത്നത്തിലൂടെ ആണ് ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ശരീരവുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യതിരിക്തത അത് നിരന്തരമായ റെപ്പറ്റീഷനിലൂടെ സാധിക്കുന്നതാണ്. ഈ റെപ്പറ്റീഷനിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുതിരയാവാൻ പറ്റും. ഒരു കുതിരയുടെ സാധ്യത നിങ്ങളിലുണ്ട്. ഒരു ആനയുടെ സാധ്യത ശരീരത്തിലുണ്ട്. ഒരു മത്സ്യത്തിൻ്റെ, ഒരു കിളിയുടെ സാധ്യത. ഇത് നിരന്തര പരിശീലനത്തിലൂടെയാണ് നമുക്ക് സാധ്യം. ഈ നിരന്തര പരിശീലനത്തിലൂടെ ഭാഷയ്ക്കപ്പുറമുള്ള ഒരു ആംഗ്യലോകത്തേക്ക്, ഭാഷയ്ക്കപ്പുറമുള്ള വികാരപ്രഭാവങ്ങളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇതൊരു സൂക്ഷ്മമായ സഞ്ചാരമാണ്. നമുക്കറിയാം, ഇനിയിപ്പോൾ ചിട്ടപ്പെടുത്തിയ ഒരു രൂപം, ഡാൻസ്, ഹൈലി കോഡഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് രൂപം എടുക്കാം. നമ്മളൊരു ഡാൻസ് കാണുന്നു. ഓക്കെ, എല്ലാവരും ഇപ്പം പർവ്വതം കാണിക്കാനും സൂര്യനെ കാണിക്കാനും ചന്ദ്രനെ കാണിക്കാനും ഒക്കെ എല്ലാവരും ഒരേ മുദ്രയാണ് കാണിക്കുന്നത്. പക്ഷെ നല്ല പരിചയമുള്ള ഒരാൾ, നിരന്തര പരിശീലനമുള്ള ഒരാൾ ആ മുദ്രയെ മറികടക്കുന്ന വിധം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് റിപ്പിറ്റേഷനിലൂടെ സാധ്യമാകുന്ന ആ വ്യതിരിക്തത നിരന്തരമായ പ്രാക്ടീസിലൂടെ, വി ഡോണ്ട് നോ വാട്ട് അവർ ബോഡി ക്യാൻ ഡു, നിരന്തരമായ സാധ്യത, നിരന്തരമായ പരിശീലനത്തിലൂടെ ആ സാധ്യത, അതാണ് ഈ പറയുന്ന ഈ കളരി പോലെ, ഷാവുലിൻ പോലെ ഉള്ള അവരുടെ ഒരു ബോഡിലി റിയാലിറ്റി ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. നേരത്തെ പറഞ്ഞ ഒരു നോൺ റെപ്രസെൻറ്റേഷണൽ റിസർച്ചിന്റെ കാര്യം, ഒരു ഷാവുലിൻ പരിശീലിക്കുന്ന ഒരു ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ റിസർച്ച് നമുക്ക് എത്രമാത്രം അവർ പരിശീലിക്കുന്ന ശാരീരിക സമ്പ്രദായം അവരുടെ ജീവിതത്തിന്റെ ആംഗ്യങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഷാവുലിൻ പരിശീലിക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ ഒരുപക്ഷെ, കേരളത്തിലെ കളരികളൊക്കെ വളരെയധികം എന്താ പറയുക, എനിക്കറിയില്ല എത്രമാത്രം സംഘടിതമായത് പ്രവർത്തിക്കുന്ന കളരികളുണ്ട്, കളരിപ്പയറ്റ് നടത്തുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ നിരന്തരം ചെയ്യുന്നതിലൂടെ ഞാൻ ഈ പറഞ്ഞ മൃഗത്തെ, ഏറ്റവും പ്രകാശമാനമായ അർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ മൃഗത്തിന്റെ സാധ്യതയെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരുപാട് നന്ദി വിഷ്ണു. വളരെ ശ്രദ്ധേയമായ ഒരു പേപ്പറായിരുന്നു. നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം. ഇപ്പോൾ സമയം 8:15 ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 15 മിനിറ്റ് ചർച്ചക്കായിട്ട് ഉപയോഗിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ സംശയം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. മൈക്ക് ഓൺ ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണു, ഒരു ചോദ്യം കാണാവോ? ഉണ്ടല്ലേ? കാണാവോ? ചാറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടു. ഓക്കെ. ഓക്കെ.
വളരെ സങ്കീർണമായ ചോദ്യങ്ങളാണ് ഉമർ. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. ഈ ഇനാക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ എനിക്ക് സത്യത്തിൽ ഈ ബോഡി സ്കീമയും ബോഡി ഇമേജും അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കാം. ഈ ഇനാക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഉദാഹരണത്തിന് ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ മലയാളത്തില് ഈ അവതരണ കലകളില് നമ്മുടേതായ കീവേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രതിഷ്ഠാപനം എന്നൊക്കെ പറയും, ആർട്ട് ഇൻസ്റ്റലേഷൻ, പ്രതിഷ്ഠാപനമല്ല, മലയാളത്തിൽ വേറെ വാക്കുണ്ട്. നമ്മൾ കെട്ട് എന്നാ പറയും, കാളകെട്ട്, കുതിരകെട്ട് എന്നാ പറയും, കെട്ട് എന്നാ പറയും. ഈ കെട്ട് പോലെ ഉള്ള മറ്റൊരു വാക്കാണ് തുള്ളൽ. തുള്ളൽ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വാക്കല്ല. ആദ്യം പറയട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരത്തിലുള്ള തുള്ളലുകളുണ്ട്. പാമ്പിൻ തുള്ളൽ, കുതിര തുള്ളൽ, അടവി തുള്ളൽ, പലതരം തുള്ളൽ. എന്താണ് ഈ തുള്ളൽ? തുള്ളൽ ഇസ് എ കൈൻഡ് ഓഫ് വെർട്ടിക്കൽ മോഷൻ. ഇങ്ങനെയുള്ളതാണ് തുള്ളൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മേലോട്ട് ചാടണമെന്നില്ല. ഇപ്പൊ ശരീരത്തിന്റെ തന്നെ അടിസ്ഥാന സ്വഭാവത്തിനകത്ത് ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. പടയണിയുടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ബോഡി സ്കീമ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരുപക്ഷെ വേറെ തരത്തിൽ കോഡഡ് ആയിട്ടുള്ള, അതായിരിക്കും ഉദ്ദേശിച്ചത്, കോഡഡ് ആയിട്ടുള്ള ഒരു ബോഡി സ്കീമ, ബോഡിയുടെ ഇമേജ് ഇൻ ആക്ഷൻ. നമ്മൾ ഈ തുള്ളലിനെ ഞാൻ കാണുന്നത്, നമ്മൾ ഈ ഒന്നുകിൽ പൊസഷനിലേക്ക് പോവാൻ സാധ്യതയുള്ള, ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തുള്ളി 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 വീഴാം. ഇനി ഇതിന്റെ മറ്റേ വശത്തേക്ക് പോയാൽ ചിലപ്പോൾ എന്താ പറയുന്നത്, വളരെ കോഡഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക്, ആട്ടത്തിലേക്ക് ഒക്കെ പോകാൻ സാധ്യതയുള്ള ഒന്നായിട്ടാണ്. ഇവിടെ ഈ ഇനാക്ഷൻ ഒരുപക്ഷെ ഈ കോഡഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയും ഇനാക്ഷൻ അത്ര നടക്കുന്നില്ല. കാരണം നമ്മൾ അവിടെ കൃത്യമായ എഴുതി ചിട്ടപ്പെടുത്തിയ സാധനമാണ്. അവിടെ ഇനാക്ഷൻ ഇല്ല, അവിടെ ഒരു കൈൻഡ് ഓഫ് മൈമസിസ് ആണുള്ളത്. ഇനാക്ഷൻ സംഭവിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ്. അത് നമ്മളെ ഞാൻ പറഞ്ഞില്ല, സ്വയംകൃതമായ, ഒരുപക്ഷെ ഈ പൊസഷൻ പോലും അഭിനയിക്കുന്നവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വെളിപാട് അഭിനയിക്കുന്നവരുണ്ട്. അപ്പൊ അതെന്താണെന്ന് ഇത് വളരെ സങ്കീർണമാണ് ആ വിഷയം. പക്ഷെ നമ്മുടെ ഒരുപക്ഷെ ഇതിന് ഈ കിട്ടി വെച്ചിരിക്കുന്നതിന്റെ ഒക്കെ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ വേദന കൊണ്ടോ ഒക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില പെർഫോമൻസുകളിലൊക്കെ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു ഇനാക്റ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട് ആ മൊമെന്റിൽ. അതായത് അവിടുന്ന് നേരിട്ട് അതിലേക്ക് പോവാൻ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ബോഡി ഇമേജ് അല്ലെങ്കിൽ ഈ ബോഡി സ്കീമ, അപ്പൊ ബോഡി സ്കീമ എന്ന് പറയുന്നത് അവിടെ എന്താ പറയുന്നത്, ഡിസെൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. കൈൻഡ് ഓഫ് ഡിസെൻറ്റഗ്രേഷൻ അവിടെ നടക്കുന്നുണ്ട് ഈ പറയുന്ന ഇതിൽ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു ഇറ്റ് മേക്സ് സെൻസ്. അടുത്തത് can you please share with an example the concept of affect and inaction? ഞാൻ അഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ അഫക്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ അത് നമുക്ക് ഒരുപക്ഷെ ചിന്ത കൊണ്ട് അടയാളപ്പെടുത്താൻ പറ്റാത്ത, അതെന്തെങ്കിലും പ്രത്യേക ഉദാഹരണം പറയാം. ഇതാണ് ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റി. നമുക്കത് ഒരുപക്ഷെ പറയാൻ പറ്റി എന്ന് വരില്ല. നമ്മൾ ചില ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, കാരണമില്ലാതെ ചിലർ ദുഃഖിക്കുന്നുണ്ട്. അപ്പൊ ആ ദുഃഖത്തിന്റെ കാരണം നമുക്ക് അറിയില്ല. പക്ഷെ അത് മാത്രമല്ല, ചില നേരങ്ങളിൽ ചില ഒരു തുള്ളി വേർപ്പ് ഒരുപക്ഷെ നമ്മുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാവാം. അതിന്റെ സൂക്ഷ്മമായ തലത്തിൽ ഒരു തുള്ളി വേർപ്പിലൂടെ അഫക്റ്റ് ഉണ്ടാവാം. ഇനാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു പെർഫോമൻസ് മൊമെന്റ്, പെർഫോമൻസിനകത്ത് സംഭവിക്കുന്നതാണ്. അഫക്റ്റ് ഇപ്പോൾ ഒരു എവരിഡേ ലൈഫിൽ സംഭവിക്കാം. ഇനാക്ഷൻ ഒരു ഹോൾ ബോഡി എംബോഡിമെന്റ് എന്നുള്ള തലത്തിൽ പിന്നെ നിത്യജീവിതത്തിലും ഉണ്ടാവാമെങ്കിലും ഈ അഫക്റ്റ്
നമ്മളുടെ വൈകാരികമായ അതൊരു തുടർച്ചയാണ്, ഒരു തുടർച്ചയായിട്ട് ഒരു പക്ഷേ ഈ അഫക്റ്റ് നിൽക്കാനിടയുണ്ട്. ഇനാക്ഷൻ എന്താ പറയുന്നത്, കൈൻഡ് ഓഫ് ചിലപ്പോൾ ഒരു മൊമെന്ററി ആയിട്ട് വരാം, ചിലപ്പോൾ അത് നീളാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ഇത് മൊറോർലെസ് സിമിലർ ആണ്. ഇത്തരം കാറ്റഗറീസ് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ ഇത് തിരിക്കാൻ പറ്റില്ല. ഇതിന് സെയിം സ്വഭാവം. കാരണം ഇത്തരത്തിൽ വളരെ നമുക്ക് എന്താ പറയുന്നത്, റെപ്രസെന്റേഷൻ ഇല്ലാത്ത, നമുക്ക് ഇതിന് വേറെ പ്രാതിനിധ്യമില്ല. മനസ്സിലായി? എന്ത് കാരണത്താലാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത്തരം view. Thank you for the question. Well, in this view, we can say Hanuman is a reality. It can, if man might be right. Okay. Yes. Okay. അടുത്തത്, ബോഡി വിതൗട്ട് ഓർഗൻ എന്ന തത്വത്തിൽ മൈൻഡിന്റെ സ്ഥാനം, സെൻസ്, പെർസെപ്ഷൻ എന്നിവ ഉൾപ്പെടെയുള്ളത് എന്താണ്? ബോഡി വിതൗട്ട് ഓർഗൻ എന്ന തത്വത്തിൽ മൈൻഡിന്റെ സ്ഥാനം, സെൻസ്, എങ്ങനെയാവും അതിനൊരു ഒബ്ജക്റ്റ്, ബോഡി ആസ് എൻ ഒബ്ജക്റ്റ്. Okay, yes. Very good question. Okay, thank you, Jishnu. ഇതിൽ ഈ ബോഡി വിത്തൗട്ട് ഓർഗൻ, നമ്മൾ ഇതെല്ലാം വേറെ തരത്തിൽ നമ്മൾ ഇത്തരം സങ്കല്പങ്ങളെല്ലാം തന്നെ നമ്മൾ പണ്ട് കാലത്ത് ഇതിനെ നമ്മൾ ഒരു ട്രാൻസെൻഡന്റൽ എന്നുള്ള ഒരു പ്രത്യേക ഒരു ആത്മീയതയുമായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒന്നായിട്ടാണ്. പക്ഷേ ഈ ബോഡി വിത്തൗട്ട് ഓർഗൻ എന്ന് പറയുന്ന സങ്കല്പം അതിൻ്റെ സങ്കീർണതകളിൽ, അതിൻ്റെ വളരെ സങ്കീർണമായ തലത്തിൽ നമുക്ക് അതിനൊരു കൃത്യമായ ഉത്തരം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ബോഡി വിത്തൗട്ട് ഓർഗനിൽ മൈൻഡിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് ഉള്ള ചോദ്യത്തിൽ നമ്മളിത് ഒരു ശരീരം എന്ന് പറയുന്ന നമ്മൾ ഇതിനെ ഏറ്റവും വളരെ രസകരമായി പറഞ്ഞത്, ഈ ബ്രൂസ്ലി ഇതിനെ ശരീരത്തെ നിർവചിക്കുന്നത് ശരീരത്തെ വെള്ളവുമായിട്ടാണ്. ശരീരം വെള്ളം പോലെ ആവണം എന്നാണ്, പക്ഷെ അതൊരു യൂട്ടിലിറ്റേറിയൻ സാധനമാണ്. അതായത് അദ്ദേഹത്തിന് ഈ പറയുന്ന തൻ്റെ ആയോധന കലയിൽ പ്രവർത്തിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹം തിരിച്ചറിയുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ശരീരത്തെ കാണാത്ത, ശരീരത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാത്ത, ശരീരത്തിന് വെളിയിലിരുന്ന് നമുക്ക് ഒരുപക്ഷെ അത്തരം ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് പിന്നെ ബോധ്യങ്ങളില്ലാതെ നമുക്ക് എങ്ങനെയാണ് അതൊരു, എനിക്കൊന്നു ഇതൊരു പ്രാക്ടീസ് ബേസ്ഡ്, നമ്മൾ പ്രാക്ടീസ് ബേസ്ഡ് റിസർച്ച് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഈ ശരീരവുമായി നമ്മൾ എങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ ഇടപെടുന്നു എന്നുള്ള ഒരു ആനുഭവിക തലം ഇതിലുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഇതൊരു മെത്തഡോളജിക്കൽ പ്രോബ്ലമാണ് ബേസിക്കലി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 600 കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്ന് വിചാരിക്കുക. 600 കോടി മനുഷ്യർ. ഇപ്പൊ ഈ 600 കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ 600 കോടി ശരീരങ്ങളുണ്ട്. നമ്മൾ സയൻസിന്റെ യുക്തിയിൽ ഈ 600 കോടി മനുഷ്യരുടെയും അല്ലെങ്കിൽ സയൻസിന്റെയോ അല്ലെങ്കിൽ നമ്മൾ അനുശീലിക്കുന്ന എല്ലാ മാതൃകയിലുള്ള വിജ്ഞാനത്തിന്റെ, ഈ നാട്ടിലുണ്ടായതായാലും പുറത്തുണ്ടായതായാലും ഏത് നാട്ടിലുണ്ടായാലും, ഈ വിജ്ഞാനത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ ഒരു പ്രാപഞ്ചികത ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ശരീരത്തിന്റെ ലെവലിൽ ഇത് പ്രാപഞ്ചികതയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. കാരണം പക്ഷെ നമുക്ക് നിരന്തര പരിശീലനത്തിലൂടെ ഇതൊരാളുടെ പങ്കുവയ്ക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഡിഫറൻസ്. ആ ഡിഫറൻസിനെ നമ്മൾ എങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നു, ആ ഡിഫറൻസിനെ നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരം കൊണ്ട്. ദ പെർഫോമൻസ് ഈസ് എ വണ്ടർഫുൾ ടൂൾ ഇൻ ദാറ്റ് സെൻസ്. നമ്മൾ ഈ ഒരു അനുഭവത്തെ, ഈ ഒരു ആനുഭവിക തലത്തെ നമുക്ക് അറിയാൻ വേണ്ടി ബോഡിയുടെ പെർഫോമൻസ് വളരെയധികം സഹായിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, yes. ആംഗ്യം എന്നത് പൂർണ്ണമായും ഭാഷാ ഇതരമാണോ, ആണെങ്കിൽ എങ്ങനെ അത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരേക്ക് സംവേദനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇതിന്റെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പറയുന്ന മുദ്ര അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അപ്പോ ഇതിനകത്ത് സംഭവിക്കുന്നത് അതിന്റെ മുകളിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്.
ഉണ്ടോ? ആ കുറച്ച് അതിപ്പോ അവസാനം വന്നാണ് അതിന്റെ മുകളിൽ. ഏതാണ്? ഗണേഷ് മാങ്കുളം, ഡോക്ടർ സംപ്രീത കേശവൻ. ഓക്കെ ഓക്കെ, ശരി 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 ശരി. ശരീരത്തിൻ്റെ ഞാൻ ഏത് തരത്തിലുള്ള ബോധനിർമ്മിതിയിലേക്കും തുടർന്ന് തിരിച്ച് ശരീരനിർമ്മിതിയിലേക്ക് സ്നേഹിക്കുന്നത് കാണാം. ലൈക്ക് നോൺ റെപ്രസെൻറ്റേഷൻ ടു റെപ്രസെൻറ്റേഷൻ ഇറ്റ്സ്. ശരീരത്തിൻ്റെ സാധ്യത രണ്ടറ്റങ്ങളിലും, അതിൻ്റെ സാധ്യത രണ്ടറ്റങ്ങളിലും ഒരു സാമൂഹിക വിഷയത്തിൽ നമുക്ക് കാണുന്നു. നൈസ് ക്വസ്റ്റ്യൻ. താങ്ക് യു ദിനേഷ്. തീർച്ചയായും ഇത് നമ്മൾ ഈ പലപ്പോഴും ഈ സമൂഹം, രാഷ്ട്രീയം, സാമൂഹ്യ വീക്ഷണമുണ്ട് ഇതിന്. തീർച്ചയായും ഇതിനൊരു രാഷ്ട്രീയ വീക്ഷണവുമുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ഡിസ്കോഴ്സ് അതിൻ്റെ ഇൻഹെറൻ്റ്ലി ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ ശരീരത്തെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് അത് സാമൂഹികം ആണ്. അതിന് ഈ പിന്നെ നമ്മുടെ ജ്ഞാന നിർമ്മിതിയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഈ ശരീരത്തെ പരിഗണിക്കാത്ത, നമ്മുടെ ജാതി വ്യവസ്ഥയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ശരീരത്തെ പരിഗണിക്കാത്ത, ശരീരത്തെ വിഭജിക്കുന്ന, ജ്ഞാനത്തെ പ്രദാനം ചെയ്യാത്ത, ഇപ്പം ജ്ഞാനത്തിൻ്റെ സാധ്യതകൾ പ്രത്യേക സമൂഹങ്ങൾക്ക് നിഷേധിക്കുന്ന ഒരു ചരിത്രത്തിൽ മറ്റു തരത്തിലുള്ള ജ്ഞാനരൂപങ്ങൾ രൂപപ്പെടാൻ ഇടയുണ്ടാവും. ഞാൻ ഈ ഇടനാടൻ പിന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ മറ്റു തരത്തിലുള്ള ജ്ഞാനരൂപങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പൊ തന്നെ ഈ കളരി, ഈ ചെങ്ങന്നൂരാദിയുടെ പാട്ടിൽ ഒരു കളരിയിൽ ആദ്യം പഠിക്കുന്നത് നിലത്തെഴുത്ത്, എണ്ണമെഴുത്ത്, അതിനുശേഷം ആയുധമെഴുത്താണ്. അപ്പോൾ നമ്മളൊരു കളരി ചെല്ലുന്നു, അവിടെ പോയി ആയുധം പഠിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജ്ഞാനനിർമ്മിതികൾ പലതരത്തിൽ രൂപപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. പക്ഷെ ഇന്ത്യയുടെ ചരിത്രം പലതരത്തിലുള്ള ഈ പറയുന്ന ഭൗതികവാദ പാരമ്പര്യമായാലും ബ്രാഹ്മണിക വൈദിക പാരമ്പര്യമായാലും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ശരീര കേന്ദ്രിത ജ്ഞാനവിനിമയങ്ങൾ വളരെ പ്രധാനം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ആത്മാവിനെ കേന്ദ്രീകരിച്ച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ ചരിത്രം നമുക്കുണ്ട്. കാരണം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് ഒരു വലിയ ജ്ഞാന നിർമ്മിതിയായി, ആ ജ്ഞാന മാതൃകയായി മനുഷ്യന് മുന്നിൽ ഉള്ളത്. ബ്രാഹ്മണ വൈദിക പാരമ്പര്യത്തിൽ ഇപ്പോൾ ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്നത് ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും കിട്ടും. അവരുടെ നമ്മളിപ്പോൾ ഒന്ന് ആൾദൈവങ്ങളായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആത്മാവിനെ പിടിച്ചു തരാം നിങ്ങൾ ഇത് ചെയ്താൽ, ശരീരം കൊണ്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആത്മാവിനെ പിടിച്ചു തരാം എന്നാണ് പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ശ്രീബുദ്ധൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആത്മസങ്കല്പത്തെ, ആത്മനിരാസത്തിലൂടെ ശരീരത്തിൻ്റെ സാധ്യതയെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിപ്ലവകരമായ മുന്നേറ്റം അദ്ദേഹം നടത്തുകയും അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ സാമൂഹ്യ തലത്തിൽ വിജയിക്കുകയും ചെയ്തതാണ്. ബുദ്ധനെ സംബന്ധിച്ച് ശരീരത്തിൽ, അതുകൊണ്ടാണല്ലോ ബുദ്ധനിലൂടെയാണ് അല്ലെങ്കിൽ ബുദ്ധ പാരമ്പര്യത്തിലൂടെയാണ് നമ്മുടെ ആയുർവേദം പോലെയുള്ള ഒരു മെറ്റീരിയൽ ട്രഡീഷൻ വളർന്നു വരുന്നത്. അതൊരിക്കലും ആത്മകേന്ദ്രിതമായ ഒരു ജ്ഞാനവ്യവഹാരത്തിൻ്റെ മാതൃകയിലല്ല അതിവിടെ വികസിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ തീർച്ചയായും ഇതിനൊരു സാമൂഹിക തലമുണ്ട്, അതുമാത്രമല്ല ഒരു രാഷ്ട്രീയ തലവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷ്ണു, ചോദ്യം വായിച്ചു തരണോ? താങ്ക് യു. അല്ലേ കുഴപ്പമില്ല. ഹായ് സംപ്രീത, ആശയത്തെ എങ്ങനെ നോക്കി കാണുന്നു? ദൈക്ഷണിക ഭാഷ മുന്നോട്ട് വയ്ക്കുന്ന അറിവ് ശരീരാധിഷ്ഠിതമാണെന്ന ആശയം ശരീരത്തെ അറിവിൻ്റെ കേന്ദ്രമായി കാണുന്നുണ്ടല്ലോ. അതെ, ഈ എംബോഡിമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ആ ഒരു എംബോഡീഡ് കോഗ്നീഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഷയുടെയും ഭാഷേതരമായ എല്ലാത്തിൻ്റെയും കേന്ദ്രം ശരീരം തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം ദ്വന്ദ്ങ്ങൾ അല്ലെങ്കിൽ പിന്നെ
ശരീരാധിഷ്ഠിതമായ ജ്ഞാനം, അല്ലാത്ത ജ്ഞാനം വന്നു, ഇതെല്ലാം കയറിയും ഇറങ്ങിയും കിടക്കുന്ന പരസ്പര ആശ്രിതത്വമുള്ള ഒരു മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചിന്തയെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു ശരീര ഉപാസന അങ്ങനെ സാധ്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാം കൂടെ കൂടിക്കലർന്ന, എന്നാൽ ഈ ശരീരത്തിന് ഈ സാധ്യതകൾ ഉണ്ട് എന്ന് ഉള്ള ഒരു തിരിച്ചറിവിൽ ഉള്ള ഒരു 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 രീതിശാസ്ത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. താങ്ക് യു. How does such paradigm differentiate cognition and the bodily actions? നമ്മൾ ഈ നോൺ റെപ്രസെൻറ്റേഷണൽ തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഇതിൻ്റെ ഒരു സങ്കീർണത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആശയപരമായി സങ്കല്പപരമായി നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ഇതിന് സിദ്ധാന്തവത്കരിക്കുക ഭാഷയിലൂടെ നമുക്ക് ഇത് ഇങ്ങനെ പറയുന്നതിൽ എത്രമാത്രം എന്താ പറയുക സാങ്കത്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊരു ആനുഭവിക ഒരു പ്രയോഗത്തിന്റെ തലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിലിപ്പ് സെർലി, അദ്ദേഹത്തിന് ഈ എംബോഡിമെന്റിനെ കുറിച്ച് സംസാരിക്കാനും അദ്ദേഹത്തിന് പേപ്പർ എഴുതാനും കഴിയുന്ന അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു നാടകത്തിനെ കുറിച്ച് എഴുതുമ്പോഴാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഫസ്റ്റ് പേഴ്സൺ എൻഗേജ്മെന്റ് ആണ് അൾട്ടിമേറ്റ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ധാരാളം ഈ പറയുന്ന ന്യൂറോബയോളജിയിൽ ധാരാളം പുതിയ കണ്ടെത്തലുകളിൽ ഈ പറയുന്ന ഈ ശരീരമാസകലമുള്ള ഒരു മനോശരീര പ്രതിഭാസത്തെക്കുറിച്ച്, ഒരു മാസകലമുള്ള ഒരു മനോശരീര പ്രതിഭാസത്തിന്റെ സാധ്യതയെക്കുറിച്ച്, അത് ഇപ്പൊ ഡെർമറ്റോ സൈക്കോളജി എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽഡിലൊക്കെ അത്തരത്തിലുള്ള റിസർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എക്ടോഡേം എന്ന് പറയുന്ന കോമൺ എംബ്രിയോണിക് ആ യൂണിറ്റിൽ നിന്നാണ് ഈ തൊലിയും അല്ലെങ്കിൽ ഈ പറയുന്ന തലച്ചോറും ഡെവലപ്പ് ചെയ്തത് എന്നതിന്റെ ഒരു വെളിച്ചത്തിലാണ് അത്തരത്തിലുള്ള ഇതൊന്നും കൃത്യമായ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലെയോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്കോ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രയോഗത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. ഇനാക്റ്റീവ് ബോഡി മൈൻഡ് പേഴ്സണാലിറ്റി ഓഫ് മൈൻഡ് എന്ന അടിസ്ഥാന പ്രമാണം കോഗ്നിഷൻ, അങ്ങനെയെങ്കിൽ അവിടെ ഡിഫറൻഷിയേറ്റ് കോഗ്നിഷൻ ഞാൻ പറഞ്ഞ അതാണ്. പിന്നെയും ചോദിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നു. അതെ അതെ, കഴിയുന്ന വിധം. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട് ഇപ്പം. ശരി, ഒരു ശരത് ശിവൻ ഒരു കാര്യം ചോദിക്കും. ശരത് ശിവൻ, ഓക്കെ. ലോകത്ത് വലിയ രീതിയിൽ പറയാറുള്ളതാണ് വിധി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരീരത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തുക? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പഞ്ചഭൂതവും ശരീരവും എന്താണ് അഭിപ്രായം? ഇത് ഇതൊരു നമ്മൾ തിയറൈസ് ചെയ്യാന്നുള്ള പല രീതിയിൽ നമുക്ക് തിയറൈസ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് പല ആശയങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മൾ ശരീരം എന്ന് പറഞ്ഞ ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വേറെ തരത്തിൽ ഇതിനെ ഒരു ആത്മകേന്ദ്രിത വിനിമയമായിട്ട് നമ്മൾ ഇതിനെ കണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊരു മെറ്റീരിയൽ റിയാലിറ്റി ആണ് എന്നുള്ള ഇതിൽ നിന്നാണ്. നമ്മൾ പഞ്ചഭൂതമായാലും ശരീരമായാലും എന്തായാലും ഇത് വേറെ തരത്തിലുള്ള ഒരു മെറ്റീരിയൽ റിയാലിറ്റിയാണ്. അതിനെ വിളിക്കാനോ അല്ലെ അതിനെ വെളിപ്പെടുത്താനോ ഉപയോഗിക്കുന്ന ചില സങ്കേതങ്ങളാണ് പല സ്ഥലത്തുള്ള മനുഷ്യർ ഇതിനെ വ്യവഹരിക്കാൻ ഉള്ളതാണ്. ഇപ്പൊ പ്ലാസ്റ്റിക്കിനെ പഞ്ചഭൂതമായിട്ട് കരുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. പ്ലാസ്റ്റിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യന് കൂടും, പഞ്ചഭൂതമാണോ? പക്ഷേ ഭൂമിയിലുള്ളതെല്ലാം പഞ്ചഭൂതമല്ലേ. അപ്പം നമ്മൾ ആ പ്ലാസ്റ്റിക്കിനെ നമ്മളിപ്പോൾ നശിപ്പിക്കാനാണ് നടക്കുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ കൃത്രിമം അല്ലെങ്കിൽ ഈ ഒരു നേച്ചർ കൾച്ചർ ഡിവിഷൻ ഉണ്ട് നമുക്ക് അല്ലെ. പ്ലാസ്റ്റിക് ചന്ദ്രനിൽ നിന്ന് ഒന്നും വന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പം ആ അർത്ഥത്തിൽ നമ്മളുടെ വേറെ തരത്തിലുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ പ്രയോഗം അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതാണ്. അതൊരു പക്ഷേ പെർഫോമൻസിലൂടെ അല്ലെങ്കിൽ പെർഫോമൻസ് അതിൻ്റെ ഒരു വലിയ
ഇടമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അത് ആ ഒരു പ്രയോഗത്തിലൂടെ നാം സാധിക്കുന്ന അനുഭവത്തിലാണ് ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ വിഷ്ണു? ശരി ശരി, അങ്ങനെ ആവട്ടെ. 8:30 കൂടുതൽ ചോദ്യങ്ങളില്ലാന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ തീർത്തും വളരെ ശ്രദ്ധേയമായ ഒരു അവതരണമായിരുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മളെപ്പോഴും നിലനിന്ന് പോരുന്നത് ഒരു ശരീരം മനസ്സ് എന്നിവ ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന ഒരു ചിന്താപദ്ധതിക്കുള്ളിലാണ് നമ്മളെപ്പോഴും നിലനിന്ന് പോരുന്നത്. സ്വാഭാവികമായിട്ടും ശരീര കേന്ദ്രീകൃത ആവിഷ്കാരങ്ങൾ രണ്ടാം തരവും മനസ്സിന്റെ വ്യവഹാരം എന്ന് വരുന്ന ചിന്ത പ്രാഥമികമാകുന്ന ഒരു വൈരുദ്ധ്യം സ്വാഭാവികം തന്നെ നിലയിൽ നമ്മൾ സംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭൗതികമാകുമ്പോൾ തന്നെ ശരീരം അഭാവമാകുന്നു എന്നാണ് ഒരു കൗതുകമായിട്ടുള്ളൊരു കാര്യം. ഈ വൈരുദ്ധ്യത്തെ മറികടക്കാനും ദ്വന്ദ്ങ്ങളെ എന്താ പറയുക അപ്രസക്തമാക്കാനുള്ള ഒരു വഴിയാണ് ഈ ഒരു അവതരണത്തിലൂടെ വിഷ്ണു ഇവിടെ തുറന്നിട്ടുള്ളത്. അവതരണ പഠനങ്ങളിൽ ഒതുങ്ങാതെ മുഴുവൻ മാനവിക വിഷയങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാൻ കഴിയുന്ന